അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖം തന്നെയാണ്. ഓക്കെ, നമ്മൾ 20ാമത്തെ നോമ്പിലാണുള്ളത് അല്ലേ? അൽഹംദുലില്ലാ, 20 നോമ്പും അതിമനോഹരമാക്കി റമദാൻ ക്വസ്റ്റിലൂടെ ഒരു ഉമ്മ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, എൻ്റെ കുട്ടി ആദ്യമൊക്കെ സമ്മാനം കിട്ടാൻ വേണ്ടിയായിരുന്നു ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പം വളരെ ആവേശത്തോടു കൂടി ഓരോ ലെവലപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതേപോലെ ഡെയിലി സ്ട്രീക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഭൂരിഭാഗം ഉമ്മമാരും ആ രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. മാഷാ അല്ലാ, വളരെ സന്തോഷമുണ്ട്. അതേപോലെ ഒരുപാട് ഉമ്മമാർ നമ്മുടെ ബാലവേദി ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മാഷാ അല്ലാ, ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇനിയും ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ ഇൻഷാ അല്ലാ കൂടുതൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അത് കൊണ്ടുവരാൻ അത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ഇന്ന് ദ കീ ടു ജന്നയിൽ നമുക്ക് പഠിക്കാനുള്ളത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. എന്തായിരുന്നു? ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്ദറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിയാൽ, എന്താണ് അവസാനത്തെ 10? എന്താ? ലൈലത്തുൽ ഖദ്റാണ് അല്ലേ? ഇന്ന് ഇന്ന് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹ്, ഒരുപാട് പ്രതിഫലങ്ങളാണ് സുബ്ഹാനല്ലാഹ് അല്ലേ നമുക്ക് കാത്തിരിക്കുന്നത്. 1000 മാസം ചെയ്തതിൻ്റെ പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കഴിഞ്ഞാൽ, അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ, ആദ്യത്തെ 20 കഴിഞ്ഞിട്ട് അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു, മുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു, കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു എന്നാണ് ഈ ഒരു ഹദീസിൽ, ഈ ഒരു ദ കീ ടു ജന്നയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? നമ്മളും കൂടുതൽ ശക്തരാവുക, കൂടുതൽ നന്മകൾ ചെയ്യാൻ റെഡിയായി ഇരിക്കുക. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക്, നമ്മുടെ ഹിഫ്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, അപ്പം തന്നെ ഹിഫ്ളാക്കുക കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരും റമദാനിൽ നോമ്പൊക്കെ എടുക്കുന്നില്ല? നോമ്പൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടോ? ഇതേപോലെ നമ്മൾ ഖുർആൻ ഇപ്പം ഇത്ര ആയത്തെടുത്ത് 10 ആയത്തുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുൽക്കിലെ. അപ്പം എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാം. എല്ലാവരും ഒന്ന് വരിക. ഇൻഷാ അല്ലാ, നമുക്കിന്ന് പഠിക്കാനുള്ളത് 11, 12 ആയത്തുകളാണ്. ഇൻഷാ അല്ലാ നമുക്കത് പഠിക്കാം. ഞാൻ ഓതിത്തരാം, നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. لهم مغفرة وأجر كبير. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓതാം. എല്ലാവരും ഓതണം കേട്ടോ. അപ്പം ഞാൻ ഓതിത്തരാം, എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് അതേപോലെ ഓതുക. കേട്ട് നല്ല ശ്രദ്ധിച്ച് കേട്ട് ഓരോ അക്ഷരങ്ങളും നല്ല ക്ലിയർ ആക്കിയിട്ട് ഓതുക. ഇൻഷാ അല്ലാ നമുക്ക് ഓതാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക.
أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. فاعترفوا بذنبهم. فاعترفوا بذنبهم. فاعترفوا بذنبهم. فاعترفوا بذنبهم. فسحقا لأصحاب السعير. فسحقا لأصحاب السعير. فسحقا لأصحاب السعير. فسحقا لأصحاب السعير. فاعترفوا بذنبهم فسحقا لأصحاب السعير. فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم. إن الذين يخشون ربهم. إن الذين يخشون ربهم بالغيب. 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 لهم مغفرة وأجر كبير. لهم مغفرة وأجر كبير. لهم مغفرة وأجر كبير. لهم مغفرة وأجر كبير. إن الذين يخشون ربهم بالغيب. إن الذين يخشون ربهم بالغيب. لهم مغفرة وأجر كبير. لهم مغفرة وأجر كبير. മാഷാ അല്ലാഹ്. അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, ഇത് സ്ഥിരമായിട്ട് കേട്ട് നല്ല വൃത്തിക്ക് കേട്ടിട്ട് പഠിക്കുക. അപ്പം ഇതുവരെ എടുത്ത 10 ആയത്തുകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും പഠിച്ച് അവർ എന്താ പറയുക നമ്മളെ കാർഡിൽ മാർക്ക് ചെയ്ത് ഉമ്മാക്ക് ഉപ്പാക്ക് ചൊല്ലിക്കൊടുക്കുക. അപ്പം ഇനി ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فاعترفوا بذنبهم فسحقا لأصحاب السعير. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്കാണ് വിദൂരം. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ഇതിൽ നിന്ന് പറഞ്ഞിരുന്നത് നരകത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പം ഇവിടെ എന്താണ്, അവരുടെ കുറ്റം സമ്മതിക്കും. അവർ എന്താ പറയുക, അവർ തെറ്റ് ചെയ്ത കുറ്റം അവർക്ക് താക്കീതാർ വന്നിട്ടുണ്ട്. പക്ഷേ അവർ എന്താ കുറ്റം സമ്മതിക്കും. എന്നിട്ട് അവർക്കായിരിക്കും എന്തുള്ളത്, ശാപം, അള്ളാഹുവിൻ്റെ ശാപമുള്ളവർക്കാണ്, അവർക്കാണ് നരകത്തിലെ ആൾക്കാർക്ക്. എന്നാലും മറിച്ച് പ്രതിഫലമുള്ള ആർക്കാന്നുള്ള അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്. റബ്ബഹും ബിൽഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ അവർക്കാണ് പാപമോചനവും വലുതായ പ്രതിഫലമുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എന്താ, അള്ളാഹു നമ്മൾ കാണാറില്ലല്ലോ, പക്ഷെ അതെന്താക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹുണ്ട് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹ് നമ്മൾ എന്താ പറയുക ഭയപ്പെടുന്നുണ്ട്, അള്ളാഹ് നമുക്ക് പേടിയുണ്ട്. അപ്പം അള്ളാഹിനെ സൂക്ഷിച്ചിട്ട് നമ്മൾ തഖ്വയുള്ളവരായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് എന്തുള്ളത്, പ്രതിഫലമുള്ളത് അവിടെ. അല്ലാത്തവർക്ക് എന്താണ്, അള്ളാഹിനെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് എന്താണുള്ളത്, നരകത്തിലെ ശിക്ഷ, ജ്വലിക്കുന്ന മറ്റേ തീയിലിങ്ങനെ ഇട്ടിട്ട് അവരെ ശിക്ഷിക്കും. അപ്പം അങ്ങനെയുള്ള ആളായിട്ട് നമ്മൾ എന്താകരുത്, മാറരുത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും 11-12 ആയത്തുകൾ എല്ലാവരും പഠിക്കുക. പഠിച്ച് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ചൊല്ലിക്കൊടുക്കുക, മാർക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മാഷാ അല്ലാഹ് അതിമനോഹരമായി നമുക്ക് ഓതി തന്നു അല്ലേ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഏതായാലും അപ്പം തന്നെ ഹിഫ്ളാക്കിയവർ സ്റ്റാർ കളർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ റമളാൻ ഡെയിലി സ്ട്രീക്കിൽ നമുക്കുള്ളത്
ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ഈ രാത്രികളിൽ ധാരാളമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.